ഹലോ എവ്രിവൺ, അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം 2025 ശേഷം മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഡൗൺ ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും മിഡ് ക്യാപ്പ് ആണെങ്കിലും സ്മോൾ ക്യാപ്പ് എല്ലാം ഇൻഡെക്സുകളും ഡൗൺ സൈഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്തും നിങ്ങൾ പലരും ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഡൗൺ സൈഡ് നടക്കുന്ന സമയത്തും പല മ്യൂച്വൽ ഫണ്ടുകളും കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് കാണിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് പരാഗ് പരീഖ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല, അതായത് ഡൗൺ സൈഡ് ഇത്തരത്തിലുള്ള ഫോൾ സംഭവിക്കുമ്പോഴും പിടിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ശ്രമമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുൻപ്, അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ അല്ലെങ്കിൽ അതിൻ്റെ മുൻപത്തെ ക്വാർട്ടറിലൊക്കെ ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ പരാഗ് പരീഖ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഞാനിപ്പം ഇവിടെ ഈ ഒരു വീഡിയോയിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള വേറെ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പരാഗ് പരീഖ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് റീസെൻ്റ്ലി ഹോൾഡിങ്സ് കൂട്ടിയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് 4 സ്റ്റോക്കുകളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഈ ഒരു സംഭവം ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗൂഗിൾ ചെയ്തിട്ട് പരാഗ് പരീഖ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. സോ ഞാൻ ഓൾറെഡി ഇവിടെ ഗൂഗിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇത് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഒരു പ്രീമിയം വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് ഫണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഡാറ്റ എടുത്തിട്ടുള്ളത്. പരാഗ് പരീഖ് എന്ന് പറയുന്ന ഫണ്ട് റീസെൻ്റ്ലി ഇൻക്രീസ് ചെയ്തിട്ട് സ്റ്റോക്ക് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഗൂഗിൾ ചെയ്തതാണ്. എനിവേ, അപ്പോൾ നമുക്ക് ഗൂഗിൾ ചെയ്ത സമയത്ത് ഈ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കിലാണ് അവർ ഏകദേശം 0.5% ഇൻക്രീസ് നടത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഉണ്ട്, പവർ ഗ്രിഡ് ഉണ്ട്, പിന്നെ ബജാജ് ഹോൾഡിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ 4 സ്റ്റോക്കുകളിലാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡിക്രീസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളും ഉണ്ട്, അവർ സെല് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ 4 സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും എവിടെ എൻട്രി പോസിബിൾ ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അനാലിസിസ് ഞാൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരിക്കലും ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് അഡ്വൈസ് അല്ല, പ്രത്യേകം അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെബിയുടെ പുതിയ റൂൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വൈസ് അല്ല, അതൊരിക്കലും അഡ്വൈസ് അല്ല. ഞാൻ എൻട്രി എക്സിറ്റോ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കോൾ ഇന്ത്യ എടുത്ത് നോക്കാം. കോൾ ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഇത് ഫണ്ട് ഹൗസുകൾ ബൈ ചെയ്തതായതുകൊണ്ട് തന്നെ, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള നല്ല ഫണ്ട് ഹൗസുകൾ ബൈ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക് ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയും സ്റ്റോക്ക് മൈനിങ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ജേണി നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ, നിഫ്റ്റി ഹൈ ലെവലിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് വന്ന ഈ ഒരു പാസ്റ്റിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം 35%ഓളം റീട്രേസ്മെൻറ്റ് നടത്തി കഴിഞ്ഞു ഇതിൻ്റെ ഓവറോൾ മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഇത് ഓൾമോസ്റ്റ് കറൻ്റ്ലി വന്ന് നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഈ ഒരു ലെവലിലാണ്, ഈ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് നിൽക്കുന്നത്. അവിടുന്നാണ് ഒരു റിവേഴ്സൽ ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ, പരാഗ് പരീഖ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ബൈയിങ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 2024 ലാസ്റ്റ് ക്വാർട്ടറിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ഫോളോ ആവുന്ന സമയങ്ങളിലാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ചെറിയ ഫോളൊക്കെ തന്നിട്ട് പിന്നീടും റിവേഴ്സലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ എന്ത് പ്ലാനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു റെഡ് ലൈൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ
ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സെല്ലിംഗ് നടന്ന പോയിന്റ് ഉണ്ടല്ലോ, ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ച്, ഏകദേശം 395 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് ഉണ്ട്. ആ പ്രൈസ് റേഞ്ചിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴാണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം ഈ 2 ഡോജി ഫോർമേഷൻ്റെ മുകളിലോട്ടും കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു പ്ലാൻ ഇതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കി അനാലിസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതാണ് കോൾ ഇന്ത്യയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ മാർക്കറ്റ് ഫോളോ ആയ സമയത്ത് റീട്രേസ്മെൻറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് ഫോളോ ആകുന്ന ആ ഒരു എന്താ പറയുക 2024 സെപ്റ്റംബർ വരെ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ വളരെ നല്ല രീതിയിലുള്ള അപ്സൈഡ് തന്നിട്ടുണ്ടായിരുന്ന ഹ്യൂജ് അപ്സൈഡ് തന്നിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ റീട്രേസ്മെൻറ്റ് തന്നു. ഏകദേശം ഈ ഒരു റേഞ്ചിലേക്കാണ് പിന്നെ ആ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2024 നവംബർ മുതൽ തന്നെ ഈ ഒരു റേഞ്ചിലാണ് സ്റ്റക്കാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 2025 നടന്ന ഫോളിലൊന്നും ഈ സ്റ്റോക്ക് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടില്ല. ഇത് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ അധികം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സിറ്റുവേഷനിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് നല്ലൊരു ബൈ ആയിരിക്കും. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ഇതിൽ എൻട്രി ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ കൺസോൾട്ടേഷൻ്റെ ഏറ്റവും ഹൈ, അതായത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടല്ലോ 2025 നടന്ന കൺസോൾട്ടേഷൻ്റെ ഹൈ എന്ന് പറയുന്നത് ഏകദേശം 9977 ആണ്. അത്യാവശ്യം വലിയൊരു പ്രൈസിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. എനിവേ ഇതാണ് ഒരു സപ്ലൈ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിജക്ഷൻ നടന്ന ക്യാൻഡലിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴാണ് ഞാൻ എൻട്രി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം ഫണ്ടമെൻ്റൽ അനാലിസിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റോക്ക് വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് വരുന്നത് പവർ ഗ്രിഡാണ്. പവർ ഗ്രിഡ് ഓൾസോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. നമുക്കതിൻ്റെ ചാർട്ട് നോക്കാം. പവർ ഗ്രിഡിൽ വരുന്നത് സെയിം സിറ്റുവേഷൻ ആണ്. ഏകദേശം കോൾ ഇന്ത്യയുടെ ആ ഒരു ലെവലിലാണ് പവർ ഗ്രിഡ് നിൽക്കുന്നത്. പവർ ഗ്രിഡ് ഈ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുള്ള ഇവിടെയാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു റേഞ്ചിലാണ് ഓൾമോസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം ഇവിടെ നടന്ന ബൈയിങ് ഉണ്ടല്ലോ, ഈ കാണുന്ന ബൈയിങ്ങിൻ്റെ ആ ഒരു ഫോഴ്സിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു റിവേഴ്സിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരിക്കലും ഈ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി ചെയ്യണമെന്ന് പറയില്ല, അല്ലെങ്കിൽ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാനാണ്, ഈ സ്റ്റോക്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു റിജക്ഷൻ ഫെയിൽ ആവുകയാണെങ്കിലാണ് ഞാൻ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം ഇത് വാച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു അലേർട്ട് ഇട്ട് വെക്കാം. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ബ്രോക്കേഴ്സിലൊക്കെ അലേർട്ട് ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ചെയ്യാറ് ട്രേഡിംഗ് വ്യൂവിലാണ് അലേർട്ട് ഇടാറ്. ഈ ഒരു പോയിന്റിൽ ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഇങ്ങനെയാണ് ഞാൻ അലേർട്ട് കൊടുക്കാറ്. ഇങ്ങനെ അലേർട്ട് ഇട്ട് വെക്കും, അവിടെ എത്തുന്ന സമയത്താണ് ഞാൻ എൻട്രി ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാണ് പവർ ഗ്രിഡിൽ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു ബജാജ് ഹോൾഡിംഗ് ആണെന്ന് തോന്നുന്നു. ബജാജ് ഹോൾഡിങ്സ് ആണ്. ബജാജ് ഹോൾഡിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതും ഫെമിലിയർ ആണ്, ബജാജിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റലി അതും സ്ട്രോങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് കുറച്ച് അത്യാവശ്യം ഹയർ പ്രൈസിലാണ് സ്റ്റോക്ക് നിൽക്കുക. ഹയർ പ്രൈസ് മീൻസ് ഇതിൻ്റെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ എമൗണ്ട് നോക്കുന്ന സമയത്ത് വലുതാണ്, ഓവർ വാല്യൂഡ് ആണെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിവേ ഈ സ്റ്റോക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാർക്കറ്റ് ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് മാർക്കറ്റിൽ നടന്നിട്ട് പോലും ഈ സ്റ്റോക്ക് വളരെ കൂളായിട്ട് പിടിച്ച് നിന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഇവിടെ 2023 മുതൽ ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലേക്കാണ് പോകുന്നത്. അപ്പം ഇത്രയും ഡൗൺ സൈഡ് തന്നിട്ടും ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോയി എന്നുള്ളതല്ലാതെ, അതും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോയി എന്നുള്ളതല്ലാതെ ഇതിൽ വലിയ സെല്ലിങ്ങോ കാര്യങ്ങളോ നടന്നിട്ടില്ല. ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതും ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിൽ ഞാൻ ചിലപ്പം ഈ ഒരു പോയിന്റിൽ തന്നെ ഈ ഒരു പ്രൈസ് ലെവലിൽ തന്നെ എൻട്രി ചെയ്യാനും റെഡിയാണ്. സേഫസ്റ്റ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും റിജക്ഷൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ റീസെൻ്റ്ലി നടന്ന റിജക്ഷൻ എന്ന് പറയുന്നത് 12,600 അപ്പോൾ അതിൻ്റെ മുകളിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് അതിലും വലിയൊരു റിജക്ഷൻ ഡോജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോക്കായിരിക്കും. പക്ഷേ എങ്കിലും ഇവിടെ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5% ഒക്കെ മൂവ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ കറണ്ട് സിറ്റുവേഷനിൽ ഈ പെർട്ടിക്കുലർ പ്രൈസിൽ 11,619 എന്നുള്ള പ്രൈസിൽ എൻട്രി ചെയ്യാനുള്ള പ്ലാനാണ് ഞാൻ നോക്കുന്നത്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ പിടിച്ചു നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, നിങ്ങളുടെ അനാലിസിസ് കഴിഞ്ഞ ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഒന്നുകൂടെ പറയാണ്, ഇതൊരിക്കലും ട്രേഡ് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഞാൻ എൻ്റെ ഒരു പ്ലാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റഡി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.